ഞാൻ ഈ വ്ളോഗിലൊക്കെ ഓരോരുത്തരെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഒരേ ടൈമിൽ നമുക്കറിയാവുന്ന ഓരോ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് റിലേഷനിലൊക്കെ ഉള്ള ഓരോ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ കണ്ടുമുട്ടും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരുടെ മക്കളെ പോലെ ഇരിക്കും, ലൈക്ക് അവരുടെ മക്കളെ പോലെ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് അങ്ങനെയൊക്കെ ഇരിക്കുന്നവരെയൊക്കെ നമ്മൾ ചിലപ്പം കാണുമ്പോൾ നമ്മൾ ഭയങ്കര സർപ്രൈസായി പോവും. ഇന്ന ആളിനെ പോലെ ഇന്ന ആളിരിക്കുന്നു, ഒരാളെ പോലെ പലരിയ്ക്കുന്നു എന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ പണ്ടൊക്കെ കേട്ടിട്ടില്ലേ മലബാർ ലഹള എന്നൊക്കെ, പണ്ട് അങ്ങനെ ഓരോരുത്തരെ ആൾക്കാർ പല സ്ഥലങ്ങളിലേക്കൊക്കെ മുസ്ലിം ലഹള, മലബാർ ലഹള ഇങ്ങനെയൊക്കെ പേരുകൾ, ഞാനങ്ങനെ ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ചിന്നിച്ചിതറി പല സ്ഥലങ്ങളിൽ ആളുകളാണ്, മനുഷ്യരങ്ങനെ പല കാലഘട്ടങ്ങളിലും പോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ പിതാക്കന്മാർ, ആൻസസ്റ്റേഴ്സ്, അവരൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി അങ്ങനെ അവരുടെ മക്കളൊക്കെ ഇങ്ങനെ വരുമ്പോൾ പല എടുത്തു വെച്ച് നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ അയ്യോ ഷേപ്പുണ്ടെന്നൊക്കെ തോന്നും. അങ്ങനെ മൊത്തത്തിൽ വരുമ്പം നമ്മളെല്ലാവരും ഒരേ അപ്പൻ്റെ മക്കളായി ഇങ്ങനെ വന്നു എന്ന് നമ്മൾ വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ വിശ്വസിക്കും. ചിലത് എക്സൈറ്റഡ് ആയിപ്പോവും. ചിലത് ഇങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർക്ക് അതേ കറക്റ്റ് രീതി, ഒരാൾ എത്ര രീതിയിലായെന്ന് പറഞ്ഞാലും ചില ആൾക്കാരെ കാണുമ്പോൾ, ചില പർട്ടിക്കുലർ പേഴ്സൺസ് അവരെ കാണുമ്പോൾ വ്യക്തമായിട്ടറിയാം ഈ ആൾക്കാർക്ക് എങ്ങനെയോ, എന്തായാലും പരീക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ ലോകത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലാണോ അല്ലാതാണോ ഒക്കെ ചില വെറുതെ ഒന്നും അല്ല, അങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുവരും. പക്ഷെ ലാസ്റ്റ് വന്നിട്ട് അയ്യോ ഇതൊന്നും അല്ല നിങ്ങളെ കൊണ്ടുവന്നേ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടുവരുന്നു എന്നത് പറയും. അത് ആരെങ്കിലും പബ്ലിക്കിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻ അതർവൈസ് വാട്സപ്പിലോ വിളിച്ച് പറയുകയെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഏബിൾ ടു ദിസ് സൊസൈറ്റി. ദാറ്റ് ഈസ് റോങ്. ദിസ് ഈസ് റിയൽ. ഇങ്ങനെയൊക്കെയല്ലാതെ എങ്ങനെ സംസാരിക്കുക? ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു, ഓപ്പർച്യൂണിറ്റീസ് കൂടി എന്നൊക്കെ പറയുമായിരിക്കും. എൻ്റെ വീഡിയോ ഇപ്പോൾ ആര് കണ്ടില്ലേ എനിക്കൊരു പുല്ലുമില്ലെന്നൊക്കെ വെറും നേരത്തെയൊക്കെ പറയും, തറ നോളജിൽ വേണമെങ്കിൽ പറയാം, തറ ഭാഷയിൽ. അപ്പോൾ അതെനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകൾ, എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ വന്നുപോയ ചില സ്വഭാവ ദൂഷ്യം അങ്ങനെ പറയാം, അതിലൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വന്നു കാണും എന്നോർത്ത് നമ്മളൊരു ലൈഫ് ടൈം മൊത്തം നമ്മുടെ ജീവിതത്തിൽ കുറവ് വന്നേന്നും പറഞ്ഞ് കരഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അങ്ങനെ നമുക്കിരിക്കാൻ പറ്റുമോ? കുഞ്ഞു പിള്ളേരുടെ കൂട്ട് ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ നമുക്ക് കരഞ്ഞിരിക്കാനാണെങ്കിൽ നമ്മുടെ ലൈഫ് വേസ്റ്റ്, അത്രയും പറയത്തുള്ളൂ. അങ്ങനെ ഇരുന്നാൽ പിന്നെ നമ്മൾ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പലരും ഇരുന്നും വീടുകളിലൊക്കെ ആയി ഇനി ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും. ദാറ്റ്സ് കറക്റ്റ്. ഞാൻ തന്നെ പറഞ്ഞ് പേടിക്കുന്നത് ദാറ്റ്സ് കറക്റ്റ്. അങ്ങനെ ഇരുന്ന് പോകും. അങ്ങനെ ഇരുന്നവർ പിന്നെ പറയുമോ ഞാൻ വല്ല എൻ്റെ മക്കൾ പിന്നെ കൊച്ചുമക്കൾ ആയിട്ട് മതിയെന്ന്. അങ്ങനെയുള്ളവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരെ കൊണ്ടതേ കഴിയത്തുള്ളൂ. അങ്ങനെ കഴിയാത്ത ഒരു വ്യക്തി എന്ത് ചെയ്യും? എഴുന്നേക്കും, അവരുടെ ജോലി ചെയ്യും, വീണ്ടും അവർ കിടക്കും, വീണ്ടും അവരെഴുന്നേക്കും, അങ്ങനെ ചെയ്യും. പിന്നെ അവർ ആക്റ്റീവായിട്ട് നടക്കും. അവിടെ നമ്മുടെ ഡിസ്ക്രിമിനേഷനോ പിന്നെന്തുവാ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അതൊന്നും ബാധിക്കത്തില്ല. അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ പല കാര്യങ്ങളും പല രീതിയിലുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ജോലി, നമ്മുടെ വിശ്വാസങ്ങൾ രണ്ടും കൂടെ കൂട്ടിക്കലർത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല. രണ്ടും ഉണ്ട്. നമ്മളെവിടെ ആയിരിക്കുന്നിടത്ത് മര്യാദയുള്ള സ്വഭാവം വേണം. മര്യാദയെന്ന് വെച്ചാൽ ഞങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് തരാമെന്ന് പറയുന്ന ആ ഒരു രീതിയില്ല. അതെന്തെങ്കിലുമൊക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ്, അത് എഴുതിയവർക്കും തെറ്റി, അത് ഡയറക്റ്റ് ചെയ്തവർക്കും തെറ്റിയെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നിട്ട് അങ്ങനെ കാണുന്നില്ലല്ലോ. ഒരു കുറച്ച് ആൾക്കാരെ മാത്രം മാറ്റി നിർത്തി നിങ്ങൾക്കിതൊന്നും വേണ്ട ഞങ്ങൾക്ക് മതി, നിങ്ങളവിടെ നിന്നോ. അതിന് എന്നെ കിട്ടത്തില്ല, എൻ്റെ വീട്ടുകാരെയും കിട്ടത്തില്ല. അതിന് കിട്ടുന്ന എൻ്റെ വീട്ടുകാരെ, അതിന് കിട്ടുന്ന ആരെയെന്ന് വെച്ചാൽ എന്താണെന്നറിയാം, അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ചില പാവപ്പെട്ട ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ കാണും. ഞങ്ങളുടെ മക്കൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന്. പക്ഷെ അവർക്കും ബോധം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി വേറെ ഒരാളുടെ മുന്നിൽ കൊടുക്കരുത്. അവരവരുടെ പേഴ്സണാലിറ്റി അവർ ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൗന്ദര്യത്തിന്, ബ്യൂട്ടിക്ക് കുഴപ്പം വരുമെന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. എല്ലാവരും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാം നല്ലതാകാനാണ്.
അതുകൊണ്ടല്ലേ എല്ലാവരും ഡാൻസ് കാണിക്കുന്ന വെച്ചാൽ നല്ലതായിട്ട് ഒരുങ്ങുന്നു, നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങിപ്പോകുന്നു. എത്ര ഇല്ലെന്ന് പറയുന്നവർ നല്ല വൃത്തിയായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനൊരു കാര്യമില്ല. പണ്ട് തൊട്ടേ ഒന്നും ഇല്ലാത്തതിൽ നിന്ന് വന്ന് നമ്മൾ പുറമെ ഡ്രസ്സ് ചെയ്ത് വരും. ഡ്രസ്സില്ലാത്ത കാലത്ത് ഡ്രസ്സില്ലാതെ ജീവിച്ചവരുണ്ട്. അങ്ങനെ ഇപ്പോഴും കാട്ടിലൊക്കെ ജീവിക്കുന്നവർ കാണും. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അവരെക്കുറിച്ച്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ സഹായിക്കാൻ വേണ്ടി എന്തോ സന്നദ്ധ സംഘടനകൾ അവരൊക്കെ പോകും, പ്രവർത്തിക്കും, അവർക്ക് വേണ്ടത് കൊടുക്കുകയൊക്കെ ചെയ്യും. കൊടുത്തിട്ട് കാട്ടിൽ കിടക്കുന്നവർ കാട്ടിലും വീട്ടിൽ കിടക്കുന്നവർ ഞങ്ങൾ സുഖിക്കുക എന്നുള്ളതല്ല. അതല്ല സുഖം. സുഖമെന്ന് വെച്ചാൽ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നന്നായിരിക്കുമ്പോൾ മറ്റൊരാൾ നന്നാകണമെന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വേണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ പോലെ വേറൊരു മക്കളും, എൻ്റെ മക്കൾ നന്നായിട്ടിരിക്കുമ്പോൾ വേറൊരു മക്കൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ഞങ്ങളുടെ മക്കളുടെ കാര്യം ഞങ്ങളെ ഇങ്ങ് വിട്ടേരും, അങ്ങനെയൊന്നുമില്ല. അവരവർ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം ആർക്കായാലും ഉണ്ടാകും. അതാണ് നല്ല പ്രതിഫലം. ആ പ്രതിഫലം കൊണ്ട് വേറൊരാളെ എങ്ങനെയെങ്കിലും ഇപ്പം എൻ്റെ മനസ്സിലോട്ട് കൊണ്ടുവന്ന കാര്യങ്ങളെ എനിക്കറിയാം. പക്ഷേ അതൊക്കെ റോങ്. ഇപ്പം എന്നുണ്ടെങ്കിൽ ഇവിടോട്ടൊന്ന് തൊട്ട് അങ്ങനെ പോലും തൊടരുത്. എനിക്കത് ഇഷ്ടമില്ല. That's enough for knowledge and wisdom, right?